Hi everyone, welcome to Logic System Design by NEENU. Last classes we discussed the sequential circuits. Sequential circuits in block diagram, there will be a combinational circuit, and in addition to this combinational circuit, there will be some memory elements, isn't it? This was the block diagram of the sequential circuit. This memory element we can use either flip-flops or latches. Latch it is a level triggered element and the flip-flop is edge triggered. Our difference is flip-flops and latches. Then we memory elements deep discuss different flip-flops, different latches familiarize. Next we will see sequential circuits different types. Okay. This block diagram we sequential circuits flip-flops and combinational gates. Combinational gates it's not compulsory. The combinational circuit avoid it acts as the sequential circuit because there is a memory element. Okay. Then if we are removing this memory element, it will act as the combinational circuit. Okay. This sequential circuit generally we can represent it by using the combinational circuits and memory elements. Memory elements flip-flops and latches memory elements act ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഒരു സർക്യൂട്ടിനകത്ത് കോമ്പിനേഷണൽ സർക്യൂട്ട് അല്ലെങ്കിൽ കോമ്പിനേഷണൽ ഗേറ്റ്സ് വരണത് യാതൊരു നിർബന്ധവുമില്ല. അതായത് മെമ്മറി എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉള്ള ഒരു സർക്യൂട്ട് ആണെങ്കിൽ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ദ സീക്വൻഷ്യൽ സർക്യൂട്ട്. പക്ഷേ നമ്മൾ ഈ ഒരു മെമ്മറി എലമെൻറ്റ് റിമൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്സ് അല്ലെങ്കിൽ ലാച്ചസ് ഇല്ലാത്തൊരു സർക്യൂട്ടാണ് എങ്കിൽ ഇറ്റ് വിൽ ബി purely a combinational circuit. Okay, that was the basic idea. Then these sequential circuits in different classifications are we are classifying this sequential circuit depending on its function. That is function depend the function ആണ് perform ചെയ്യുന്നതിനുള്ള depend ചെയ്തിട്ട് നമ്മൾ ഈ sequential circuit classify ചെയ്യാൻ പോവാണ്. We can classify these sequential circuits into three categories. The first one is register, the second one is counter, then third one is memory. Okay, these are the three different types of sequential circuit. Then എന്താണ് ഒരു രജിസ്റ്റർ എന്ന് പറയുന്നത്? രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രജിസ്റ്റർ ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് സംതിങ് അല്ലേ. സ്റ്റോറേജ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് പർപ്പസ് ആണ് എങ്കിൽ അതിനകത്ത് സ്റ്റോറേജിനുള്ളൊരു എലമെൻറ്റ് ഉണ്ടായിരിക്കണം. സോ വി ക്യാൻ യൂസ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓർ ലാച്ചസ് ആസ് ദ സ്റ്റോറേജ് എലമെൻറ്റ് ഇൻ ദ കേസ് ഓഫ് രജിസ്റ്റർ. And in some cases we can also see some combinational gates also. അതായത് രജിസ്റ്ററിനകത്ത് ബേസിക്കലി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആൻഡ് ലാച്ചസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് കൂടാതെ ചില രജിസ്റ്ററിനകത്ത് നമുക്ക് കോമ്പിനേഷണൽ ഗേറ്റ്സ് കൂടെ കാണാൻ പറ്റും. ഓക്കെ. ദെൻ ഈ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ജനറലി നമുക്ക് പറയാം ഒരു n ബിറ്റ് രജിസ്റ്റർ ആണ് എങ്കിൽ ദർ ഷുഡ് ബി n ഫ്ലിപ്പ് ഫ്ലോപ്സ്. n flip-flops അല്ലെങ്കിൽ n latches ഉണ്ടായിരിക്കണം. ബിക്കോസ് എ സിംഗിൾ ലാച്ച് ഓർ സിംഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ സ്റ്റോർ ഓൺലി എ സിംഗിൾ ബിറ്റ്. ഒരു സിംഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും? ഐദർ എ 0 or 1. ഒരു സിംഗിൾ ബിറ്റ് മാത്രമേ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് അല്ലെങ്കിൽ ഒരു ലാച്ചിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ദെൻ n ബിറ്റിൻ്റെ ഒരു രജിസ്റ്ററാണ് നമുക്ക് ആവശ്യമെങ്കിൽ വി ഹാവ് ടു യൂസ് n ഫ്ലിപ്പ് ഫ്ലോപ്സ് ഓർ n latches. ഓക്കെ. ദെൻ ഈ ഒരു n ബിറ്റിൻ്റെ രജിസ്റ്റർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് n ഫ്ലിപ്പ് ഫ്ലോപ്സ് മാത്രമല്ല ഉണ്ടായിരിക്കുക. ഇൻ സം കേസസ് ദർ വിൽ ബി സം കോമ്പിനേഷണൽ ഗേറ്റ്സ് ഓൾസോ. കോമ്പിനേഷണൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമുക്കറിയാം ഏതൊക്കെയാണ് ബേസിക് ഗേറ്റ്സ് വരുന്നത്. ഓർ, ആൻഡ്, നോട്ട്, അതുപോലെ യൂണിവേഴ്സൽ ഗേറ്റ്സ്, അതുപോലെ സം ഗേറ്റ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സർക്യൂട്ട് ആയിരിക്കും രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഗേറ്റ്സ് യൂസ് ചെയ്യുന്നത്? നമുക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത് സ്റ്റോറേജ് പർപ്പസിനാണ്. സ്റ്റോറേജ് എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്സ് ക്യാൻ സ്റ്റോർ ദ ബിറ്റ്സ്. ദെൻ എന്തിനാണ് നമ്മൾ ഗേറ്റ്സ് യൂസ് ചെയ്യുന്നത്? ഗേറ്റ്സ് യൂസ് ചെയ്യുന്നത് ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു രജിസ്റ്ററിനകത്തേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പിനേഷണൽ ഗേറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതായത് വെൻ വി ഹാവ് ടു store a new information, അതുപോലെ how we can store the new information into the register, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പിനേഷണൽ ഗേറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കൗണ്ടേഴ്സിനെ പറ്റിയിട്ടാണ്. കൗണ്ടർ as its name implies it will count something. അതായത് കൗണ്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ it is a special type of register. It will also include the storage elements.
like flip-flops or latches, and in addition to these flip-flops and latches there will be some combinational gates also, as in the case of the register. അതായത് കൗണ്ടർ എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് സീക്വൻസ്, ഒരു പ്രീ ഡിഫൈൻഡ് സീക്വൻസ് കൗണ്ട് ചെയ്യാനുള്ള ഒരു സർക്യൂട്ടാണ് കൗണ്ടർ എന്ന് പറയുന്നത്. കൗണ്ടറിനകത്തും ഈ രജിസ്റ്ററിനുള്ളതുപോലെ തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്സും അതേപോലെ തന്നെ കോമ്പിനേഷണൽ ഗേറ്റ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഈ കൗണ്ടർ എന്ന് പറയുന്നത് പല ടൈപ്പിലുള്ള കൗണ്ടേഴ്സ് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദ കൗണ്ടിങ് സീക്വൻസ്. ഒന്നുകിൽ അത് 000 എന്ന് പറഞ്ഞിട്ട് അസെൻഡിങ് ഓർഡർ ആയിരിക്കും, 001 010 അങ്ങനെ അസെൻഡിങ് ഓർഡറിലായിരിക്കും കൗണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും 111 110 അങ്ങനെ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും കൗണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏതൊരു കൗണ്ടിങ് സീക്വൻസ് നമുക്ക് ഡിസൈൻ ചെയ്യാം, അതായത് 2 5 7 ഏതൊരു കൗണ്ടിങ് സീക്വൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൗണ്ടേഴ്സ് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ കൗണ്ടർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് രജിസ്റ്റർ. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഓർ ലാച്ചസ് ആൻഡ് ദർ വിൽ ബി ഓൾസോ സം കോമ്പിനേഷണൽ ഗേറ്റ്സ്. ആൻഡ് ഈ കൗണ്ടർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഗോ ത്രൂ ദ പ്രീ ഡിറ്റർമിൻഡ് സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്സ് ഓൺ അപ്ലൈങ് ദ ഇൻപുട്ട് പൾസസ്. ഈ കൗണ്ടറിനകത്തേക്ക് നമുക്ക് ക്ലോക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓരോ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഇറ്റ് വിൽ ഗോ ത്രൂ ദ പ്രീ ഡിഫൈൻഡ് സ്റ്റേറ്റ്സ്. ഓരോ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കൗണ്ടിങ് സീക്വൻസിൽ കൂടെ പോകുന്നൊരു സർക്യൂട്ടായിരിക്കും ഈ കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെമ്മറി എലമെൻറ്റ്. ഓക്കെ, മെമ്മറി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മെമ്മറി ആസ് ഇറ്റ്സ് നെയിം ഇംപ്ലൈസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ സംതിങ് ഓർ ടു മെമ്മറൈസ് സംതിങ് അല്ലേ. ദെൻ ദർ വിൽ ബി എ കളക്ഷൻ ഓഫ് സ്റ്റോറേജ് സെൽസ് ആൻഡ് ഓൾസോ ദർ വിൽ ബി സം എക്സ്ട്രാ കോമ്പിനേഷണൽ ഗേറ്റ്സ്. കോമ്പിനേഷണൽ ഗേറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലിപ്പ് ഫ്ലോപ്സ് അല്ലെങ്കിൽ ലാച്ചസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റോറേജ് എന്നുള്ളൊരു പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് കോമ്പിനേഷണൽ ഗേറ്റ്സും ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ. കോമ്പിനേഷണൽ ഗേറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹൗ വി വിൽ റൈറ്റ് ഇൻ ടു ദ മെമ്മറി. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഡാറ്റ എങ്ങനെയാണ് അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഡാറ്റ അതിനകത്ത് നിന്ന് റീഡ് ചെയ്യുന്നത്, അതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്, അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു കോമ്പിനേഷണൽ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ദെൻ മെമ്മറി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി 2 ടൈപ്സ് ഓഫ് മെമ്മറി, റാം ആൻഡ് റോം. റോം മെമ്മറി ആണെങ്കിൽ ഇറ്റ് ഈസ് റീഡ് ഓൺലി മെമ്മറി, അതിനകത്ത് നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. റാം ആണെങ്കിൽ വി ക്യാൻ റീഡ് ആൻഡ് റൈറ്റ്. Okay, RAM means random access memory, ROM means read only memory. Okay, random access memory is also known as read write memory. Read write memory because we can write the data into the memory and we can also read the data from the memory. അതാണ് റാം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെമ്മറി മീൻസ് മെമ്മറിക്കകത്ത് സ്റ്റോറേജ് എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൂടാതെ ആ മെമ്മറിക്കകത്ത് എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് അതിനകത്ത് നിന്ന് ഡാറ്റ നമ്മൾ റീഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് എ നമ്പർ ഓഫ് കോമ്പിനേഷണൽ ഗേറ്റ്സും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്സിൻ്റെ 3 കാറ്റഗറീസ് വരുന്നത് ഡിപ്പെൻഡിങ് ഓൺ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സീക്വൻഷ്യൽ സർക്യൂട്ട്സിനെ രജിസ്റ്റേഴ്സായിട്ടും കൗണ്ടേഴ്സായിട്ടും മെമ്മറീസായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു സിംപ്ലസ്റ്റ് ഫോം ഓഫ് രജിസ്റ്റർ നോക്കാം. ഓക്കെ, ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് രജിസ്റ്റർ. ഇറ്റ്സ് എ 3-bit രജിസ്റ്റർ. 3-bit രജിസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിനകത്ത് 3 സ്റ്റോറേജ് എലമെൻറ്റ്സ് ആവശ്യമുണ്ട്. സോ വി ആർ യൂസിങ് 3D ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഓക്കെ, ദെൻ here there are 3 input terminals. We can apply the information here. Whenever the clock is present, the information which is available at these input terminals will be stored in these flip-flops and it is also available at the output terminals. അതായത് ഈ ഒരു ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് എനേബിൾ സിഗ്നൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു ക്ലോക്ക് ഇവിടെ പ്രസൻറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ എനേബിൾ ഓൾ ദീസ് ഫ്ലിപ്പ്-ഫ്ലോപ്സ്. ദെൻ ക്ലോക്ക് പ്രസൻറ്റ് ആണെങ്കിൽ ഇൻപുട്ട് ടെർമിനൽസിൽ എന്താണോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ഒരു ഡാറ്റ ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിനകത്ത് സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. ആ സെയിം ഡാറ്റ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ടെർമിനൽസിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ട് രജിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ക്ലോക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണോ ഒരു ഇൻഫർമേഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അത് ഇവിടെ രജിസ്റ്റർ ആവുന്നു, അവിടെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു സെയിം സർക്യൂട്ടിൽ നമുക്കിവിടെ അറിയാം സ്റ്റോറേജ് എലമെൻറ്റ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. 3-bit രജിസ്റ്റർ ആണെങ്കിൽ 3 സ്റ്റോറേജ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു. ഈ 3 സ്റ്റോറേജ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഐദർ ഇറ്റ് ക്യാൻ ബി ലാച്ച് ഓർ ഇറ്റ് ക്യാൻ ബി ഫ്ലിപ്പ് ഫ്ലോപ്പ്. എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്? ഇത് ലാച്ച് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, ഡി ലാച്ചസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ദ information which is available at the input is transferred to the output as long as the clock is equal to 1. അതായത് ഈ ക്ലോക്ക് എന്നുള്ളൊരു പിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു ക്ലോക്ക് പൾസ് ആയിരിക്കും അല്ലെ, കണ്ടിന്യൂസ് ട്രെയിൻ ഓഫ് ക്ലോക്ക് പൾസ് ആയിരിക്കും നമ്മൾ ഈ ഒരു CP എന്ന് പറയുന്നൊരു പിന്നിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ലാച്ച് ആണ് എങ്കിൽ അതെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഈ ഒരു ക്ലോക്ക് ഈസ് ഈക്വൽ ടു 1 ആവുന്ന ഈ ഒരു ടൈം ഡ്യൂറേഷൻ, ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ ഇവിടെ നമ്മൾ എന്താണോ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഇൻപുട്ട് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. അതായത് ദ ഔട്ട്പുട്ട് കണ്ടിന്യൂസ്ലി ഫോളോ ദ ഇൻപുട്ട് ആസ് ലോങ് ആസ് ദ CP ഈസ് ഈക്വൽ ടു 1. CP 1 ആയിട്ടുള്ള ആ ഒരു ഡ്യൂറേഷനിൽ ഔട്ട്പുട്ട് വിൽ ഫോളോ ദ ഇൻപുട്ട്.
ഓക്കെ, അതാണ് ലാച്ച് ആണെങ്കിൽ, ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ലാച്ച് ആണെങ്കിൽ അങ്ങനെയായിരിക്കും ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ CP=0 ആയാൽ എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കുക? ലാച്ചാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ CP=0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ്ലി 0 ആവുന്നതിന് തൊട്ട് മുൻപ് എന്താണോ നമ്മളിവിടെ ഡാറ്റ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വാല്യൂ തന്നെ അതിനകത്ത് റീറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ലാച്ചിന് പകരം ഫ്ലിപ്പ് ഫ്ലോപ്സും യൂസ് ചെയ്യാം. ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് എ എഡ്ജ് ട്രിഗേർഡ് എലമെൻറ്റ് അല്ലേ. ദെൻ ഇവിടെ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ വാരി ഓൺ ദ എഡ്ജസ് ഓഫ് ദ ക്ലോക്ക് പൾസ്. ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ട്രെയിൻ ഓഫ് ക്ലോക്ക് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു ക്ലോക്കിൻ്റെ പോസിറ്റീവ് എഡ്ജ് അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജ്, ഓക്കെ, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എങ്കിൽ ഈ ഒരു ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവ് എഡ്ജ് വരുന്ന സമയത്ത് ഡാറ്റ ഇൻപുട്ടിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ഡാറ്റ ആയിരിക്കും ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഒരു ഡാറ്റ ആയിരിക്കും ഇവിടെ ഔട്ട്പുട്ട് ടെർമിനലിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. ദെൻ എഗെയിൻ ഒരു പോസിറ്റീവ് എഡ്ജ് വരുന്ന സമയത്ത് മാത്രമേ ഈ ഒരു ഇൻപുട്ട് ടെർമിനലിനെ സാമ്പിൾ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അതായത് എഗെയിൻ ഒരു പോസിറ്റീവ് എഡ്ജ് വരുന്ന സമയത്ത് ഇവിടെ എന്താണോ ഡാറ്റ ഉള്ളത് അതായിരിക്കും ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഈ ഒരു ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവ് എഡ്ജസിൽ മാത്രമാണ് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ഇൻഫർമേഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. N ബിറ്റ് രജിസ്റ്റർ ആണെങ്കിൽ നമ്മൾ N ഫ്ലിപ്പ് ഫ്ലോപ്സ് ഓർ N ലാച്ചസ് യൂസ് ചെയ്യണം. ലാച്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ കണ്ടിന്യൂസ്ലി ഫോളോ ദ ഇൻപുട്ട് ആസ് ലോങ് ആസ് ദ ക്ലോക്ക് പൾസ് ഇസ് ഈക്വൽ ടു 1. ദെൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ഫോളോ ദ ഇൻപുട്ട് ഓൺലി ഡ്യൂറിങ് ദ പോസിറ്റീവ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് പൾസ് ഓർ നെഗറ്റീവ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് പൾസ് ഡിപ്പെൻഡിങ് ഓൺ ദ സർക്യൂട്ട്. ഓക്കെ, നൗ ലെറ്റ്സ് സീ എ രജിസ്റ്റർ വിത്ത് പാരലൽ ലോഡിംഗ്. ഓക്കെ, this is the circuit diagram of a 3-bit register with പാരലൽ ലോഡിംഗ്. 3-ബിറ്റ് രജിസ്റ്റർ ആയതുകൊണ്ട് നമുക്കറിയാം അതിനകത്ത് 3 സ്റ്റോറേജ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം അല്ലേ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 3 SR ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ എന്താണ് പാരലൽ ലോഡിംഗ് എന്ന് പറയുന്നത്? ലോഡിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ ഇൻഫോർമേഷൻ ഇൻ ടു ദ ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഓക്കെ, അതായത് നമ്മളൊരു രജിസ്റ്ററിലേക്ക് ഒരു ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുക, ഒരു ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യുന്നൊരു പ്രോസസ്സിനെയാണ് നമ്മളിവിടെ ലോഡിംഗ് എന്ന് പറയുന്നത്. ദെൻ പാരലൽ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ ഒരു 3-ബിറ്റിൻ്റെ രജിസ്റ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട് അല്ലേ. ഈ 3 ഫ്ലിപ്പ് ഫ്ലോപ്സിനകത്തേക്കും നമ്മൾ ഒരു സിംഗിൾ ക്ലോക്കിൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലെയും ഡാറ്റ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ആസ് പാരലൽ ലോഡിംഗ്. അതായത് ഇഫ് യു ആർ കൺസിഡറിങ് എ N ബിറ്റ് രജിസ്റ്റർ വിത്ത് പാരലൽ ലോഡ് വി ക്യാൻ ട്രാൻസ്ഫർ ദ N ബിറ്റ്സ് സൈമൾട്ടേനിയസ്ലി ഇൻ എ സിംഗിൾ ക്ലോക്ക്. ഒരൊറ്റ ക്ലോക്കിൽ തന്നെ നമുക്ക് ഈ N ഫ്ലിപ്പ് ഫ്ലോപ്സിലെയും ഡാറ്റ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതാണ് പാരലൽ ലോഡിംഗ് എന്ന് പറയുന്നത്. ലോഡിംഗ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് പാരലൽ ലോഡിങ്ങും സീരിയൽ ലോഡിങ്ങും വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-ബിറ്റ് രജിസ്റ്ററിൻ്റെ കേസിൽ സീരിയൽ ലോഡിംഗ് ആണ് വരുന്നതെങ്കിൽ എനിക്ക് 100 എന്നുള്ളൊരു ഇൻഫർമേഷൻ ലോഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു സിംഗിൾ ബിറ്റ് മാത്രം. സീരിയൽ ലോഡിങ്ങിൻ്റെ കേസിൽ ഫസ്റ്റ് ക്ലോക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ബിറ്റ് മാത്രമായിരിക്കും ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. സെക്കൻഡ് ക്ലോക്ക് വരുമ്പോഴായിരിക്കും സെക്കൻഡ് ബിറ്റ് ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. തേർഡ് ക്ലോക്ക് വരുമ്പോഴായിരിക്കും തേർഡ് ബിറ്റ് ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് സീരിയൽ ലോഡിംഗ് എന്ന് പറയുന്നത്. പാരലൽ ലോഡിംഗ് ആണെങ്കിൽ 100 എന്ന് പറയുന്ന 3 ബിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് 3 ഇൻപുട്ട് ടെർമിനൽസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഒരൊറ്റ സിംഗിൾ ക്ലോക്കിൽ തന്നെ ഈ 3 ബിറ്റും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും രജിസ്റ്ററിനകത്തേക്ക്. അതാണ് പാരലൽ ലോഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു 3-ബിറ്റിൻ്റെ പാരലൽ ലോഡ് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് 3-ബിറ്റ് രജിസ്റ്റർ ആയതുകൊണ്ട് തന്നെ 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ഇവിടെ ഒരു ക്ലോക്കിൻ്റെ സിമ്പലിനകത്ത് ഒരു ബബിളും കൂടെ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ ഇതൊരു പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടുള്ള രജിസ്റ്ററാണ്. ദെൻ ഈ ക്ലോക്ക് പിന്നിൽ നമ്മളൊരു ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ദ മാസ്റ്റർ ക്ലോക്ക് ജനറേറ്റർ. നമുക്ക് സർക്യൂട്ട്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി എ മാസ്റ്റർ ക്ലോക്ക് ജനറേറ്റർ സർക്യൂട്ട്. ഈ ഒരു മാസ്റ്റർ ക്ലോക്ക് ജനറേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ജനറേറ്റ് എ കണ്ടിന്യൂസ് ട്രെയിൻ ഓഫ് ക്ലോക്ക് പൾസസ്. ഓക്കെ, ഈ ഒരു ക്ലോക്ക് പൾസാണ് നമ്മൾ ഈ ഒരു പിന്നിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ ഈ ഒരു മാസ്റ്റർ ക്ലോക്ക് ജനറേറ്റർ എന്നുള്ള ക്ലോക്ക് പൾസ് നമ്മൾ ഡയറക്റ്റായിട്ട് 3 SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അപ്ലൈ ചെയ്യുകയല്ല ചെയ്തേക്കുന്നത്. വി ആർ അപ്ലൈയിങ് ഇറ്റ് ത്രൂ എൻ ഇൻവേർട്ടർ. ഒരു ഇൻവേർട്ടറിൽ കൂടെയാണ് നമ്മൾ ഈ ക്ലോക്ക് പൾസ് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്സിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എന്തിനാണ് ഇവിടെ നമ്മളൊരു ഇൻവേർട്ടർ യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് ടു റെഡ്യൂസ് ദ ലോഡിംഗ് ഓഫ് ദിസ് മാസ്റ്റർ ക്ലോക്ക് ജനറേറ്റർ. ഈ മാസ്റ്റർ ക്ലോക്ക് ജനറേറ്ററിൻ്റെ ലോഡിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോടൊരു ഇൻവേർട്ടർ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ N ബിറ്റിൻ്റെ ഒരു രജിസ്റ്റർ ആണെങ്കിൽ ദർ വിൽ ബി N ഫ്ലിപ്പ് ഫ്ലോപ്സ്
As the number of flip-flops increasing, it will increase the loading effect of this master clock generator circuit. Okay, അപ്പോൾ ആ ഒരു ലോഡിംഗ് എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഇൻവേർട്ടർ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു മാസ്റ്റർ ക്ലോക്ക് ജനറേറ്ററിന് ഈ ഒരു ഇൻവേർട്ടറിനെ മാത്രമേ ഡ്രൈവ് ചെയ്യേണ്ടി വരുള്ളൂ, ലോഡിംഗ് കുറവായിരിക്കും. ദെൻ അഗെയിൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഓക്കെ, ദെൻ ലോഡിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളൊരു ഇൻവേർട്ടർ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്ലോക്ക് പിന്നിനകത്ത് കണ്ടിന്യൂസ് ട്രെയിൻ ഓഫ് ക്ലോക്ക് പൾസസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ. ദെൻ ഇറ്റ് ഈസ് അഗെയിൻ അപ്ലൈങ് ത്രൂ എ ഇൻവേർട്ടർ. അതായത് ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, നമ്മളിവിടെ ഒരു പോസിറ്റീവ് ക്ലോക്ക് പൾസ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക, ഒരു നെഗറ്റീവ് ക്ലോക്ക് പൾസ് ആയിരിക്കും ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നുണ്ടായിരിക്കുക അല്ലേ. ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഇവിടെ എപ്പോഴാണ് ഒരു പോസിറ്റീവ് എഡ്ജ് വരുന്നുണ്ടായിരിക്കുക, ഈ ഒരു പോസിറ്റീവ് എഡ്ജ് വരുന്നത് എപ്പോഴായിരിക്കും, ഈ ഒരു മാസ്റ്റർ ക്ലോക്ക് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു നെഗറ്റീവ് എഡ്ജ് വരുന്ന സമയത്തായിരിക്കും ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് പോസിറ്റീവ് എഡ്ജ് കിട്ടുന്നുണ്ടായിരിക്കുക, ബിക്കോസ് ദർ ഈസ് എ ഇൻവേർട്ടർ. ഓക്കെ, മാസ്റ്റർ ക്ലോക്ക് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ട്രെയിൻ ഓഫ് പൾസസ്. ഇവിടെ എപ്പോഴാണോ ഒരു നെഗറ്റീവ് എഡ്ജ് വരുന്നുണ്ടായിരിക്കുക അപ്പോഴായിരിക്കും ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിന് പോസിറ്റീവ് എഡ്ജ് കിട്ടുന്നുണ്ടായിരിക്കുക, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് ഇൻവേർട്ടർ. ഓക്കെ, അതായത് ഈ ഒരു ക്ലോക്ക് പിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്ലോക്ക് പൾസസിൻ്റെ നെഗറ്റീവ് എഡ്ജസിലായിരിക്കും ഈ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആക്റ്റീവ് ആവുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ എഗെയിൻ ഇവിടെ നമുക്കൊരു ക്ലിയർ എന്നുള്ളൊരു ഇൻപുട്ട് കാണാം, CLR, ക്ലിയർ ഇൻപുട്ട്. ദീസ് ആർ ദ ക്ലിയർ ഇൻപുട്സ് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഈ ക്ലിയർ ഇൻപുട്ട് എന്ന് പറയുന്നത് ദീസ് ആർ ദ അസിൻക്രണസ് ഇൻപുട്സ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് പഠിച്ച സമയത്ത് അതിൻ്റെ ഇൻപുട്സ് പറഞ്ഞിട്ടുണ്ടായത് RESA ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ S and R ആർ ദ ഇൻപുട്സ്. ദീസ് ഇൻപുട്സ് ആർ ദ സിൻക്രണസ് ഇൻപുട്സ് ബിക്കോസ് ദീസ് ഇൻപുട്സ് ആക്ട് വിത്ത് ദ ക്ലോക്ക് ഇൻപുട്ട്. അതായത് ഈ ഒരു ഇൻപുട്ടിനകത്ത് എന്തെങ്കിലും വന്നാൽ അത് ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എഫക്റ്റ് ചെയ്യുന്നത് ക്ലോക്ക് ഇൻപുട്ടിൻ്റെ പ്രസൻസിൽ മാത്രമായിരിക്കും. ഇറ്റ് ഈസ് വർക്കിംഗ് സിൻക്രണസ് വിത്ത് ദ ക്ലോക്ക് ഇൻപുട്ട്. പക്ഷേ ക്ലിയർ ആൻഡ് പ്രീസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇൻപുട്സ് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്സിന് വരുന്നുണ്ട്. ദീസ് ആർ ദ ആക്റ്റീവ് ലോ ഇൻപുട്സ്, ക്ലിയർ ആൻഡ് പ്രീസെറ്റ്. Clear and preset are the asynchronous inputs. Whenever CLR bar is equal to 0, it will ക്ലിയർ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ്. അതായത് CLR എന്ന് പറയുന്ന ഒരു പിന്നിൽ നമ്മൾ CLR ബാർ എന്നാണ് നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക, ബിക്കോസ് ഇറ്റ് ഈസ് നോർമലി ആക്റ്റീവ് ലോ പിൻ. CLR ബാർ ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി ക്ലിയർഡ്. ദറ്റ് ഈസ് ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് 0 എന്നുള്ളൊരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ക്ലിയർ എന്നുള്ളൊരു പിന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ പ്രീസെറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വെനെവർ പ്രീസെറ്റ് ഈസ് ഈക്വൽ ടു 0 ദെൻ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് വിൽ ബി സെറ്റ്. Okay, preset and clear inputs are the asynchronous inputs of ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇവിടെ നമ്മൾ അസിൻക്രണസ് ഇൻപുട്സ് ആയിട്ടുള്ള ക്ലിയർ ഇൻപുട്ട് യൂസ് ചെയ്യുന്നുണ്ട് ബിഫോർ ദ ഓപ്പറേഷൻ ഓഫ് ദ രജിസ്റ്റർ. അതായത് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഈ ഒരു അസിൻക്രണസ് ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ക്ലിയർ ചെയ്ത് വെക്കുകയാണ്. അതായത് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ഇനീഷ്യലി 0 എന്നുള്ളൊരു കണ്ടീഷനിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു മാസ്റ്റർ ക്ലോക്ക് ജനറേറ്റർ സർക്യൂട്ട് ഉണ്ടായിരിക്കും. അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു കണ്ടിന്യൂസ് പൾസ് ട്രെയിൻ ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലേ. ആ ഒരു പൾസ് ട്രെയിൻ ആയിരിക്കും നമ്മൾ ഈ ഒരു പിന്നിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ അതൊരു ഇൻവേർട്ടർ വഴിക്കാണ് നമ്മൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ക്ലോക്ക് ഇൻപുട്ടിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അല്ലേ. ഈ ഫ്ലിപ്പ് ഫ്ലോപ്സ് എല്ലാം പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസ്റ്റർ ക്ലോക്ക് ജനറേറ്ററിൻ്റെ നെഗറ്റീവ് എഡ്ജ് വരുന്ന സമയത്തായിരിക്കും ഇവിടെ പോസിറ്റീവ് എഡ്ജസ് അവൈലബിൾ ആയിരിക്കും, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് ഇൻവേർട്ടർ. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു രജിസ്റ്ററിനകത്ത് എപ്പോഴാണോ ഇൻഫർമേഷൻ ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ മാത്രം ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവ് ആയാൽ മതി അല്ലേ. ഓരോ പോസിറ്റീവ് എഡ്ജ് വരുന്ന സമയത്തും ഓരോ ക്ലോക്ക് പൾസ് കണ്ടിന്യൂസ് ക്ലോക്ക് പൾസാണ് വരുന്നത്. ആ ഒരു കണ്ടിന്യൂസ് ക്ലോക്ക് പൾസിൻ്റെ എല്ലാ എഡ്ജസിലും ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് അതിൻ്റെ ഡാറ്റ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് എപ്പോഴാണോ രജിസ്റ്ററിനകത്ത് ഒരു ഡാറ്റ പുതിയൊരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യേണ്ടി വരുന്നത് ആ ഒരു ടൈമിൽ മാത്രം ഈ ഫ്ലിപ്പ് ഫ്ലോപ്സ് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്താൽ മതി അല്ലേ. ദെൻ ആ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷനിലുള്ള ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ലോഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ടാണ് ഇവിടെ ഈ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് എപ്പോഴാണോ ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത് ആ ഒരു ടൈമിൽ മാത്രമേ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. ക്ലോക്കിൻ്റെ എല്ലാ എഡ്ജസിലും നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് മോഡിഫൈ ചെയ്യില്ല. ലോഡിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് ആവശ്യമുള്ളപ്പോൾ മാത്രമായിരിക്കും ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
If we don't want to load any new information into the register, we will make this load signal is equal to 0. അതായത് നമുക്ക് ഈ ഒരു രജിസ്റ്ററിനകത്തേക്ക് പുതിയ ഇൻഫർമേഷൻസ് ഒന്നും ലോഡ് ചെയ്യാനില്ല എങ്കിൽ വി വിൽ മേക്ക് ദിസ് ലോഡ് സിഗ്നൽ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ലോഡ് എന്നുള്ളൊരു പിന്ന് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ത്രൂ എ ബഫർ ആണ് അല്ലേ. ഒരു ബഫറിൽ കൂടെയാണ് ഈ ഒരു ലോഡ് എന്നുള്ളൊരു സിഗ്നൽ നമുക്ക് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്തേക്ക് എത്തുന്നത്. എന്തിനാണ് ഇവിടെ ഒരു ബഫർ യൂസ് ചെയ്തിട്ടുള്ളത്? സെയിം പർപ്പസ് തന്നെയാണ്. നമ്മളിവിടെ ഇൻവേർട്ടർ യൂസ് ചെയ്തിട്ടുള്ള സെയിം പർപ്പസ് തന്നെയാണ് അവിടെ വരുന്നത്. അതായത് ലോഡിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് ഇവിടെ കണക്ട് ചെയ്യുന്നതെങ്കിൽ എല്ലാ ആൻഡ് ഗേറ്റ്സിനും ഇതിനെ ഡ്രൈവ് ചെയ്യേണ്ടി വരും. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. സോ വി ആർ അപ്ലൈങ് ദ സിഗ്നൽ ത്രൂ എ ബഫർ ടു റെഡ്യൂസ് ദ ലോഡിങ് എഫക്റ്റ്. ഓക്കെ, ദെൻ ഇവിടെ ഈ ലോഡ് ഇസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് എസ് ആൻഡ് ആർ എന്നുള്ള ഇൻപുട്സിൽ എന്തൊക്കെയാണ് വരാൻ നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ ഇവിടെ ലോഡ് ഇസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് എല്ലാ ആൻഡ് ഗേറ്റ്സിൻ്റെയും ഇൻപുട്ടിൽ സീറോസ് ആയിരിക്കും അവൈലബിൾ ആവുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ഹിയർ ഇറ്റ് ഈസ് 0, here also 0, here also 0, here also 0, here also 0. ഓക്കെ, ദെൻ ഈ ഒരു ലോഡ് എന്നുള്ളൊരു പിന്നിൽ നമ്മൾ 0 കൊടുക്കുന്ന സമയത്ത് എല്ലാ ആൻഡ് ഗേറ്റിൻ്റെയും ഓരോ ഇൻപുട്ട് 0 ആയിട്ടാണ് വരുന്നുണ്ടായിരിക്കുക. അതായത് ആൻഡ് ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട്സ് എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. എസ് ആൻഡ് ആർ എന്നുള്ള ഇൻപുട്ട്സിൽ എസ് ആർ ഇസ് ഈക്വൽ ടു 0 0 എന്നുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ലോഡ് ഇസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കുക. എസ് ആർ ഇസ് ഈക്വൽ ടു 0 0 ആവുന്ന സമയത്ത് എന്താണ് അവിടെ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ടായിരിക്കുക? നമുക്കറിയാം എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. whenever SR is equal to 0 0 the flip flop will retain in the previous state itself. അതായത് മുൻപ് എന്ത് വാല്യൂ ആണോ ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വാല്യൂവിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ലോഡ് ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ സ്റ്റേറ്റ്സിൽ യാതൊരുവിധ ചേഞ്ചസ് ഉണ്ടായിരിക്കില്ല. ദ രജിസ്റ്റർ വിൽ സ്റ്റോർ ദ പ്രീവിയസ് വാല്യൂ ഇറ്റ് സെൽഫ്. ഓക്കെ, then whenever we want to load something into this register we have to make this load signal is equal to 1. അതായത് ഈ ഒരു രജിസ്റ്ററിനകത്തേക്ക് എന്തെങ്കിലും ഒരു വാല്യൂ എന്തെങ്കിലും ഒരു പുതിയൊരു ഇൻഫർമേഷൻ നമുക്ക് ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ലോഡ് എന്നുള്ളൊരു സിഗ്നൽ 1 ആക്കി വെക്കണം. അപ്പോൾ എന്താണ് ഉണ്ടാവുക നമുക്ക് നോക്കാം. അതായത് ലോഡ് ഈസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് ഓരോ ആൻഡ് ഗേറ്റിൻ്റെയും സിംഗിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് 1-ലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ഓരോ ഇൻപുട്ട് 1-ലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ദെൻ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എസ് ആൻഡ് ആർ ഇൻപുട്ട്സിൽ എന്തൊക്കെയാണ് വരാൻ നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമുക്ക് 3 ഇൻപുട്ട് ടെർമിനൽസ് അവൈലബിൾ ആണ്. ഈ ഒരു 3 ഇൻപുട്ട് ടെർമിനൽസിലാണ് നമുക്ക് ലോഡ് ചെയ്യേണ്ട ഇൻഫർമേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ I1 വിൽ ബി അവൈലബിൾ ഹിയർ ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി I1 ബാർ. ഹിയർ I2 ഈസ് അവൈലബിൾ. ഹിയർ ഇറ്റ് വിൽ ബി I2 ബാർ. ഹിയർ ഇറ്റ് വിൽ ബി I3 ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി I3 ബാർ. ഓക്കെ, അതായത് ഓരോ ആൻഡ് ഗേറ്റും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓരോ ഇൻപുട്ട് നിൽക്കുന്നത് 1 എന്നുള്ളൊരു സിഗ്നലിലായിരിക്കും. നെക്സ്റ്റ് ഇൻപുട്ട് ഈ ഒരു ഇൻഫർമേഷൻ എന്താണോ അതായിരിക്കും ഇവിടെ വരുന്നുണ്ടായിരിക്കുക. ദെൻ ആൻഡ് ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ഹിയർ ഇറ്റ് വിൽ ബി I1, ഹിയർ ഇറ്റ് വിൽ ബി I1 ബാർ. ഹിയർ ഇറ്റ് വിൽ ബി I2 ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി I2 ബാർ. ഹിയർ ഇറ്റ് വിൽ ബി I3 ആൻഡ് ഹിയർ I3 ബാർ. ഓക്കെ, ദെൻ എസ് ആൻഡ് ആർ എന്നുള്ള ഇൻപുട്ട്സിൽ എന്തൊക്കെയാണ് വരാൻ നമുക്ക് നോക്കാം. whenever I1 is equal to 0 here it will be available at the S input and R input will be the complement of I1, that is it will be 1. ഓക്കെ, അതായത് നമുക്കൊരു 0 സ്റ്റോർ ചെയ്യണമെങ്കിൽ എസ് ആർ ഇസ് ഈക്വൽ ടു 0 1 ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ the flip flop will be reset, that is 0 will be stored within the flip flop. Here we are applying the 0 and that 0 is stored in this flip flop. Okay, then ഇവിടെ നമുക്ക് 1 ആണ് നമുക്ക് ലോഡ് ചെയ്യേണ്ടതെങ്കിൽ then what will happen? This 1 will be available at the S input and the 0 will be complement of this I2, that is 0 will be available at R input, that is SR is equal to 1 0. SR is equal to 1 0 ആവുന്ന സമയത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവാണ് ചെയ്യുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് 1 ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് I2ൽ നമ്മൾ എന്താണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ I2 ആയിരിക്കും നമുക്കിവിടെ എസ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആറിൽ എന്ന് പറഞ്ഞാൽ I2ൻ്റെ നേരെ കോംപ്ലിമെൻ്റ് ആയിരിക്കും ആറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അതായത് നമുക്കിവിടെ എന്താണോ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യേണ്ടത് ആ ഇൻഫർമേഷൻ ആയിരിക്കും എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെയും എസ് ഇൻപുട്ടിൽ അവൈലബിൾ ആയിരിക്കുന്നുണ്ടായിരിക്കുക. നമ്മളിവിടെ കൊടുക്കുന്ന ഇൻഫർമേഷൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും ആർ ഇൻപുട്ടിൽ വരുന്നുണ്ടായിരിക്കും. അതായത് എസ് ആൻഡ് ആർ ഇൻപുട്ട്സ് ആർ ഓൾവേസ് കോംപ്ലിമെൻറ്റ് ഇൻ ദീസ് കേസസ്. Okay, whenever we are applying the information, the S and R inputs will be appearing at the complement. Either it will be 0 1 or 1 0. If SR is equal to 0 1, correspondingly a 0 will be stored, and if SR is equal to 1 0, correspondingly a 1 will be stored. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ എന്താണോ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് വരുന്നുണ്ടായിരിക്കാം. ആൻഡ് ദ ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓൺ ദ പോസിറ്റീവ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് or on the negative edge of the clock which is generated by the
മാസ്റ്റർ ക്ലോക്ക് ജനറേറ്റർ. ഓക്കെ, അങ്ങനെയായിരിക്കും ഈ ഒരു രജിസ്റ്ററിൻ്റെ വർക്കിംഗ് വരുന്നുണ്ടായിരിക്കാം. This is the circuit diagram of a 3-bit register with a parallel load which is implemented by using the D flip-flop. തൊട്ട് മുന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ 3-bit രജിസ്റ്റർ ബട്ട് ഇറ്റ് വാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ യൂസിങ് ദ SR flip-flop. ഇവിടെ നമ്മൾ D flip-flop യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു 3-bit രജിസ്റ്റർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആസ് ഇൻ ദ പ്രീവിയസ് കേസ് ദർ ആർ 2 ഇൻപുട്സ്, ക്ലോക്ക് പൾസ് ആൻഡ് ക്ലിയർ ഇൻപുട്ട്. ഈ ഒരു ക്ലിയർ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ അസിൻക്രണസ് ഇൻപുട്ട്. ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ദ ക്ലോക്ക്. ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്സിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലിയർ ഇൻപുട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ക്ലോക്ക് പൾസ് CP എന്ന് പറയുന്നൊരു ഇൻപുട്ടിൽ we can apply the clock signal. Then these flip-flops are positive edge triggered flip-flop as in the previous case. Then ഇതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ് വരിക നമുക്ക് നോക്കാം. ഓക്കെ, then if we don't want to write anything into the register or if we don't want to modify the register content, we can make this load pin is equal to 0. അതായത് നമുക്ക് ഈ രജിസ്റ്ററിനകത്തേക്ക് പുതിയ ഇൻഫർമേഷൻസ് ഒന്നും എൻ്റർ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ we can make this load is equal to 0. ലോഡ് is equal to 0 ആവുന്ന സമയത്ത് ഈ ഒരു ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും, ഈ ഒരു ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ, ദെൻ ഈ ഒരു ലൈനിൽ നമുക്ക് കിട്ടുന്നത് 1 എന്നൊരു സിഗ്നൽ ആയിരിക്കും, അതുപോലെ തന്നെ ഈ ഒരു ലൈനിൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും അല്ലേ. ദെൻ ഈ രണ്ട് ലൈനിലേക്കും കുറച്ച് ആൻഡ് ഗേറ്റ്സ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു ആൻഡ് ഗേറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് എ പെയർ ഓഫ് ആൻഡ് ഗേറ്റ്സ് ഉണ്ട്. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ആൻഡ് ഗേറ്റ്സ് കാണാം. അതിൻ്റെ ഔട്ട്പുട്ട് നടന്നത് ത്രൂ ആൻ ഓർ ഗേറ്റ് ആണ് ഇവിടെ ഒരു ഡി ഇൻപുട്ടിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അല്ലേ. SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു സിംഗിൾ ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്സും ഡയറക്റ്റ് ആയിട്ട് SR എന്നുള്ള ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പകരം 2 ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടും ഒരു ഓർ ഗേറ്റിലൂടെയാണ് നമ്മൾ ഈ ഒരു ഡി ഇൻപുട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു ഒറ്റ ഇൻപുട്ട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ദെൻ ഈ ആൻഡ് ഗേറ്റ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എ പെയർ ഓഫ് ആൻഡ് ഗേറ്റ് ആണ് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് അല്ലേ. അതിനകത്ത് അറ്റ് എ ടൈം ഒരു ആൻഡ് ഗേറ്റ് മാത്രമേ ആക്റ്റീവ് ആവുന്നുണ്ടായിരിക്കുള്ളൂ. നോക്കാം നമുക്ക്. അതായത് ഈ ഒരു 0 എന്നുള്ളൊരു ലൈനിൽ കണക്ട് ചെയ്തിട്ടുള്ള ആൻഡ് ഗേറ്റ്സ്, അതായത് ആൻഡ് ഗേറ്റ്സ് വിച്ച് ആർ 2 അഗെയിൻ ഈ ഒരു 0 എന്ന് പറയുന്ന ലൈനിൽ ഏതൊക്കെ ആൻഡ് ഗേറ്റ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്? 2 4 6 2 4 6. ഈ ആൻഡ് ഗേറ്റ്സ് ഡിസേബിൾ ആയിരിക്കും, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. 2 4 6 എന്നുള്ള ആൻഡ് ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ദെൻ 1 3 5 ഈ ആൻഡ് ഗേറ്റ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ടെർമിനൽ കണക്ട് ചെയ്തിട്ടുള്ളത് 1 എന്നുള്ളൊരു ലൈനിലേക്കാണ് അല്ലേ. 1 എന്നുള്ളൊരു ആൻഡ് ഗേറ്റിൻ്റെ ഒരു ടെർമിനൽ 1-ലാണ്, 3 എന്നുള്ള ആൻഡ് ഗേറ്റിൻ്റെ ഒരു ടെർമിനൽ 1-ലാണ്, 5 എന്നുള്ളൊരു ആൻഡ് ഗേറ്റിൻ്റെ ഒരു ടെർമിനൽ 1-ലാണ് അല്ലേ. ദെൻ അനദർ ടെർമിനൽ എന്താണോ വരുന്നത് അതായിരിക്കും ഈ ആൻഡിൻ്റെ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കുന്നത്. അനദർ ടെർമിനൽ എന്താണോ വന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട് ടെർമിനൽ. സോ പ്രീവിയസ്ലി ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് എന്താണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പ്രീവിയസ്ലി അതിൻ്റെ ഔട്ട്പുട്ട് ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് അതായിരിക്കും ഇതിൻ്റെ അനദർ സെക്കൻഡ് ഇൻപുട്ടിൽ അവൈലബിൾ ആയിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ദെൻ ഇവിടെ നമുക്ക് കിട്ടുന്നത് A1 ആയിരിക്കും, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് A2 ആയിരിക്കും. ദെൻ ഈ ഒരു A3 ആയിരിക്കും 5th ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്, ബിക്കോസ് ദ അനദർ ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു 1. ഓക്കെ, ആൻഡ് ഗേറ്റ് നമുക്കറിയാം, ഒരു ആൻഡ് ഗേറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇൻപുട്ട് 1-ലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ മറ്റേ ഇൻപുട്ടിൽ എന്താണോ വരുന്നത് അതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കുക. ഈ ഒരു ഇൻപുട്ടിൽ 1 കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇൻപുട്ടിൽ എന്താണോ വരുന്നത് അതായിരിക്കും ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കുക. 1 3 5 എന്നുള്ള 3 ആൻഡ് ഗേറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇൻപുട്ട് 1-ലേക്കാണ് വന്നിട്ടുള്ളത്. അനദർ ഇൻപുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രീവിയസ് ആയിട്ട് ഔട്ട്പുട്ടിൽ എന്താണോ അവൈലബിൾ ആയിരുന്നത് അത് തന്നെയായിരിക്കും ഈ ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടായിരിക്കുക അല്ലേ. ദെൻ 2 ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് A1 0, ഹിയർ A2 0, ഹിയർ A5 0. ഓക്കെ, ദെൻ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ഓർ ഗേറ്റിൻ്റെ 2 ഇൻപുട്ട്സിൽ ഒരു ഇൻപുട്ട് 0 ആണ്. ദെൻ ദ ഔട്ട്പുട്ട് വിൽ ബി ദ സെക്കൻഡ് ഇൻപുട്ട്. അതായത് ഓർ ഗേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഓർ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് വരുന്നത്? ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ മറ്റേ ഇൻപുട്ടിൽ എന്താണോ വരുന്നത് അതായിരിക്കും ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കുക. ഓക്കെ, ദെൻ ഓർ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0 ആണ് വന്നിട്ടുള്ളത്, അനദർ ഇൻപുട്ടിൽ എന്താണോ വന്നിട്ടുള്ളത് അത് ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് D എന്ന് പറയുന്നൊരു ഇൻപുട്ടിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് A1 A2 ആൻഡ് A3. ഓക്കെ, അതായത് D എന്നുള്ള ഇൻപുട്ടിൽ നമുക്ക് കിട്ടുന്നത് പ്രീവിയസ് ഔട്ട്പുട്ട് വാല്യൂ എന്തായിരുന്നോ അത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്ലോക്ക് പൾസിൽ D ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി റീറ്റെയിൻഡ് ഇൻ ദ പ്രീവിയസ് വാല്യൂ ബിക്കോസ് ദ ഇൻപുട്ട് ഈസ് അറ്റ് ദ പ്രീവിയസ് വാല്യൂ. ഓക്കെ, ദെൻ ലോഡ് ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് D ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ റീറ്റെയിൻ ദ പ്രീവിയസ് വാല്യൂ ആൻഡ് ദ രജിസ്റ്റർ വിൽ സ്റ്റോർ ദ പ്രീവിയസ് വാല്യൂ ഇറ്റ് സെൽഫ്. ഓക്കെ, ദെൻ ലോഡ് ഈസ് ഈക്വൽ ടു 1 ആവുന്ന ടൈമിൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം.
Whenever load is equal to 1, here the signal will be 0 and at the output of this inverter it will be 1. Okay, then ഈ ആൻഡ് ഗേറ്റ്സ് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ലൈൻസിലേക്കാണ് ആൻഡ് ഗേറ്റ്സിൻ്റെ ഓരോ ടെർമിനൽസും കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ദെൻ ഈ ഒരു സീറോയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ആൻഡ് ഗേറ്റ്സ് എല്ലാം ഡിസേബിൾ ആവും. അതായത് 1 എന്ന് പറയുന്ന ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും, 3 എന്ന് പറയുന്ന ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അഗെയിൻ the AND gate 5 is connected to 0, so its output is also 0. Okay, then another AND gates consider ചെയ്യുന്ന സമയത്ത് 2, 4, 6. സെക്കൻഡ് ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് വന്നിട്ടുള്ളത് 1ലേക്കാണ്. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം, ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 1ലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ സെക്കൻഡ് ഇൻപുട്ടിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ദെൻ സെക്കൻഡ് ആൻഡ് ഗേറ്റ്, ഫോർത്ത് ആൻഡ് ഗേറ്റ് ആൻഡ് സിക്സ്ത് ആൻഡ് ഗേറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ടെർമിനൽ എന്ന് പറയുന്നത് 1ലേക്കാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ടെർമിനലിൽ നമ്മൾ എന്താണോ അപ്ലൈ ചെയ്യുന്നത് അതായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ആൻഡ് ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കാം. ഓക്കെ, സെക്കൻഡ് ആൻഡ് ഗേറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് I1, I2, I3. അതായത് ഇൻപുട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ആയിരിക്കും ഈ ആൻഡ് ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. I1, I2, I3. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓർ ഗേറ്റ്സ് ആണ് വരുന്നത്. ഓർ ഗേറ്റ്സിൻ്റെ ഓപ്പറേഷൻ നമുക്കറിയാം. ഒരു ഓർ ഗേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻപുട്ട് 0 ആണ് വരുന്നത് എല്ലാ ഓർ ഗേറ്റിൻ്റെയും. സെക്കൻഡ് ഇൻപുട്ടിൽ എന്താണോ വരുന്നത് അതായിരിക്കും ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ഓർ ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട് എന്തൊക്കെയായിരിക്കും? I1, I2, I3. ദാറ്റ് ഈസ് the input information is available at the D input, and whenever a clock pulse will act, the information which is available at the D input will be stored within the flip-flop. അതായത് നമ്മളിവിടെ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഇൻഫോർമേഷൻ I1, I2, I3 എന്ന് പറയുന്ന ഒരു ഇൻഫോർമേഷൻ ഇവിടെ നമ്മളുടെ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇറ്റ് വിൽ ബി അവൈലബിൾ അറ്റ് ദ ഔട്ട്പുട്ട് ടെർമിനൽസ്. ഓക്കെ, അതായത് ലോഡ് ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് പ്രീവിയസ് ഔട്ട്പുട്ട് തന്നെയായിരിക്കും റീറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ലോഡ് ഈസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് നമ്മളിവിടെ ഇൻപുട്ട് ടെർമിനലിൽ എന്ത് ഇൻഫർമേഷനാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അത് നമ്മളുടെ രജിസ്റ്ററിനകത്ത് സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ 3-bit രജിസ്റ്റർ യൂസിങ് ദ D flip flop. വി ക്യാൻ ഇംപ്ലിമെൻറ്റ് എ N bit രജിസ്റ്റർ ബൈ യൂസിങ് ദ സെയിം കൺസെപ്റ്റ്.